قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. السلام عليكم ورحمة الله وبركاته. الحمد لله. اللهم صل على محمد وعلى آل محمد. أما بعد فاتقوا الله عباد الله. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഒരു വചനം ഈ സമയത്ത് സാന്ദർഭികമായി നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. അവിടുന്ന് പറഞ്ഞു, മൻ മശാ ഇലാ മക്തൂബത്തിൻ വഹുവ മുതതഹിറുൻ കാന ലഹു കഅജ്രിൽ ഹാജ്ജിൽ മുഹ്രിം വമൻ മശാ ഇലാ സുബ്ഹത്തിൽ ദുഹാ കാന ലഹു കഅജ്രിൽ മുഅ്തമിർ വസലാത്തുൻ അലാ ഇസ്രി സലാത്തിൻ ലാ ലഗ്വ ബൈനഹുമാ കിതാബുൻ ഫീ ഇല്ലിയീൻ. ഇമാം അബൂ ദാവൂദും അഹ്മദും റഹിമഹുമുല്ലാ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീസാണിത്. എന്താണിതിൽ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആരെങ്കിലും ഒരു ഫർദ് നമസ്കാരത്തിന് വേണ്ടി തൻ്റെ വീട്ടിൽ നിന്ന് വഹുവ മുതതഹിറുൻ, ഈ വീട്ടിൽ നിന്നോ ഷോപ്പിൽ നിന്നോ അങ്ങാടിയിൽ നിന്നോ എവിടുന്നായാലും വേണ്ടില്ല, ഒരാള് ഫർദ് നമസ്കാരം നിർവഹിക്കുവാൻ വേണ്ടി ശുദ്ധിയോടുകൂടി, അഥവാ കുളിക്കേണ്ടവൻ കുളിച്ച് ഉദുവെടുക്കേണ്ടവൻ ഉദുവെടുത്ത് ആ നിലക്ക് ഒരാൾ ഫർദ് നമസ്കാരത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് പുറപ്പെട്ടാൽ, നടന്നു പോയാൽ, കാനലഹു, ആ വ്യക്തിക്കുണ്ടായിരിക്കും, ആ വ്യക്തിക്ക് ലഭിക്കുന്നതാണ് കഅജ്രിൽ ഹാജ്ജിൽ മുഹ്രിമി, ഇഹ്റാം ചെയ്ത ഒരു ഹാജിയുടെ പ്രതിഫലം. നോക്കൂ നിങ്ങൾ, 5 നേരത്തെ നമസ്കാരത്തിന് വേണ്ടി വിശ്വാസികൾ പള്ളികളിലേക്ക് നടന്നു പോകുമ്പോൾ ഓരോ നേരവും ഓരോ ഹജ്ജിന്റെ പ്രതിഫലമാണ് എന്നാണ് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ? ഓരോന്നിൻ്റെ ഒരു മഹത്വം നോക്കൂ നിങ്ങൾ. 5 നേര നിസ്കാരത്തിനൊരു മനുഷ്യൻ നടന്നു പോകുമ്പോൾ 5 ഹജ്ജിന്റെ പ്രതിഫലം. അപ്പോൾ ഡെയിലി 5 ഹജ്ജ് ചെയ്തതുപോലെ. എന്നാ പിന്നെ ഇത് നല്ല പരിപാടിയാണ്, ഇനി ഹജ്ജ് ചെയ്യണ്ട എന്നാണോ ഇതിന്റെ അർത്ഥം? അല്ല. പല സൽക്കർമ്മങ്ങളുടെയും പ്രത്യേകതകൾ വിളിച്ചോതുവാൻ, അതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കി തരുവാൻ, അതിൻ്റെ മഹത്വം നിങ്ങളൊന്നും മനസ്സിലാക്കിയതുപോലെ നമ്മളൊന്നും ഗ്രഹിച്ചതുപോലെയല്ല, വലിയ മഹത്വമാണ്. അതുകൊണ്ട് ആരും അതിനെ അവഗണിക്കരുത്. വലിയ പ്രാധാന്യത്തോടുകൂടി നമ്മളും മക്കളുമൊക്കെ ആ കാര്യത്തിൽ ശ്രദ്ധിക്കണം എന്ന് ഗൗരവതരമായി മനസ്സിലാക്കി തരുവാനാണ് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇക്കാര്യം പഠിപ്പിച്ചു തരുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്? ദിവസവും നമ്മൾ പള്ളിയിലേക്ക് പോകുന്നവരാണ്. ഒരു നേരത്തെ നിസ്കാരത്തിന് പോയാൽ തന്നെ കഅജ്രിൽ ഹാജ്ജിൽ മുഹ്രിം എന്നാണ്, ഇഹ്റാം ചെയ്ത ഹജ്ജിന്റെ ഹാജിയുടെ പ്രതിഫലം. അപ്പൊ 5 നേരം പോകുമ്പോൾ ഒരു ദിവസം തന്നെ 5 ഹജ്ജിന്റെ പ്രതിഫലം കിട്ടണം. നോക്കൂ നിങ്ങൾ, എത്രയാണപ്പോ പള്ളിയിലേക്ക് നടന്നു പോകുന്നതിന്റെ മഹത്വം ഫർദ് നിസ്കരിക്കാൻ. ഇനി തീർന്നില്ല, അടുത്ത ഭാഗം നോക്കൂ. അമൻ മശാ ഇലാ സുബ്ഹത്തുൽ ദുഹാ, ആരെങ്കിലും ദുഹാ നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് നടന്നു പോയാൽ കാന ലഹു കഅജ്രിൽ മുഅ്തമിരി, ഒരു ഉംറ ചെയ്തവന്റെ പ്രതിഫലമാണ് അവനുള്ളത് എന്നാണ്. ദുഹാ നമസ്കാരത്തിന്റെ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അത് വീട്ടിൽ വെച്ചും നിർവഹിക്കാം, പള്ളിയിൽ വെച്ചും നിർവഹിക്കാം. അത് പള്ളിയിൽ വെച്ച് നിർവഹിക്കുന്നത് ഇന്ന് പ്രാധാന്യമുണ്ട് എന്നുള്ളതിന് ഈ ഒരു ഹദീസ് തെളിവായി കൊണ്ട് പല പണ്ഡിതന്മാരും പറയാറുണ്ട്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? ദുഹാ നമസ്കാരത്തിന് വേണ്ടി ഒരാൾ പള്ളിയിലേക്ക് നടന്നു പോയാൽ തന്നെയും ഒരു ഉംറ ചെയ്ത പ്രതിഫലം അവനുണ്ട് എന്നാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, 5 ഹജ്ജിന്റെ പ്രതിഫലം ദിവസം. ഇനി ഒരു ദുഹാ നിസ്കാരത്തിന് പോയാലോ, അപ്പോ ഒരു ഉംറയുടെ പ്രതിഫലമായി. ദിവസേന ഒരു 5 ഹജ്ജ്, ഒരു ഉംറ. നോക്കൂ നിങ്ങൾ. അപ്പൊ അതിൻ്റെ ഒരു മഹത്വവും അതിൻ്റെയൊക്കെ ഒരു പ്രാധാന്യം. മാത്രമല്ല, ഒരാൾ സുബഹി നമസ്കാരം കഴിഞ്ഞ് ആ നമസ്കരിച്ചിടത്ത് തന്നെ സൂര്യോദയം വരെ ഇരുന്ന് ഒരു 10, 15, 20 മിനിറ്റോളം കാത്തിരുന്ന് പിന്നീട് 2 റക്അത്ത് ദുഹാ നിസ്കരിച്ച് മടങ്ങിപ്പോരുമ്പോൾ അവന് സമ്പൂർണമായ ഹജ്ജിന്റെ പ്രതിഫലം എന്ന് നമുക്ക് ഹദീസുകളിൽ വേറെയും റിപ്പോർട്ടുകളിൽ കാണാമല്ലോ. അപ്പൊ എത്രത്തോളം പ്രാധാന്യമുണ്ട് ഇതിനൊക്കെ എന്ന് നമ്മൾ മനസ്സിലാക്കുക. നോക്കൂ നിങ്ങൾ, ഇപ്പൊ ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ദുൽഹജ്ജിൽ ഹജ്ജിന് പോകാൻ സാധിച്ചിട്ടില്ലല്ലോ, എത്ര പേരിങ്ങനെ ഹജ്ജിന് പോകുന്നു, എനിക്കതിന് കഴിഞ്ഞിട്ടില്ലല്ലോ, സാമ്പത്തിക ശേഷിയില്ലല്ലോ എന്നൊക്കെ പറയുന്ന ആളുകൾ മനസ്സിലാക്കുക, നമുക്ക് ഇവിടെ നിന്ന് ചെയ്താൽ തന്നെയും വലിയ പ്രതിഫലം കിട്ടുന്ന ചില സൽക്കർമ്മങ്ങളുണ്ട്. അത് ഹജ്ജിന് പകരമാകുമെന്നുള്ള നിലക്കല്ല, ഹജ്ജിന്റെ ബാധ്യത വീടുമെന്ന നിലക്കല്ല, മറിച്ച് ഇത്രത്തോളം പുണ്യമുള്ള കാര്യങ്ങളെപ്പോലും അവഗണിച്ചുകൊണ്ടാണോ നമ്മൾ പലപ്പോഴും ഹജ്ജിന്റെ മഹത്വത്തെക്കുറിച്ച് ആലോചിക്കുന്നത്
എന്ന് സാന്ദർഭികമായി നമ്മൾ ഓർക്കാൻ കൂടിയാണ് ഈ ഒരു വേളയിൽ ഈ ഒരു ഹദീസിനെ എന്നെയും നിങ്ങളെയും കേൾപ്പിക്കുന്നത്. ഇനി അതിൻ്റെ അടുത്ത വാചകം എന്താണ്? വസ്വലാത്തുൻ അലാ ഇസിരി സ്വലാത്തിൻ ലാ ലഗ്വ ബൈനഹുമാ. ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള കാത്തിരിപ്പുണ്ടല്ലോ, ആ കാത്തിരിപ്പ്, അങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി നിസ്കരിക്കൽ, ആ നിസ്കാരങ്ങൾക്കിടയിൽ അവൻ ലാ ലഗ്വ ബൈനഹുമാ, ആ നിസ്കാരത്തിൻ്റെ ഇടയ്ക്കുള്ള സമയത്ത് അവൻ അനാവശ്യമായൊരു വർത്തമാനമോ നോട്ടമോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ അവൻ കൃത്യതയും സൂക്ഷ്മതയും പാലിച്ചുകൊണ്ടാണ് അവൻ നിർവഹിച്ചതെങ്കിൽ കിതാബുൻ ഫി ഇല്ലിയീന, അത് അത്യുന്നതമായ പദവിയുള്ളവരുടെ കൂട്ടത്തിൽ, അവർക്ക് അത്രയും ദറജയുള്ളവരുടെ കൂട്ടത്തിലാണ് ഈ നിസ്കാരത്തെ, ആ പ്രവർത്തനത്തെ രേഖപ്പെടുത്തപ്പെടുക എന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, എത്രത്തോളം മഹത്വമുണ്ട്, നമ്മളൊക്കെ വിചാരിക്കുന്നതിൻ്റെ എത്രയോ ഇരട്ടികളാണ് അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് നമസ്കാരം നിർവഹിക്കുവാൻ വേണ്ടിയുള്ള പുറപ്പാടും നടന്നുപോക്കും എന്ന് ഗൗരവത്തോടെ മനസ്സിലാക്കുക. ഈ പ്രാധാന്യമൊക്കെ നമ്മുടെ മനസ്സിലിരിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല സൽക്കർമ്മങ്ങൾ ഉത്സാഹപൂർവ്വം അനുഷ്ഠിക്കുന്ന സജ്ജനങ്ങളിൽ, ഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുകയും നമ്മുടെ പാപങ്ങളും അപാകതകളും പുറത്തു തന്ന് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.